പലപ്പോഴും ഒരു 12-13 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ നമ്മളൊരു ഡെന്റിസ്റ്റിനെ എന്തെങ്കിലും ഒരു പല്ലിന്റെയോ അല്ലെങ്കിൽ താടിയെല്ലുകളുടെയോ ഒക്കെ പ്രശ്നം കാരണം കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ഡോക്ടർ പറയാറുണ്ട്, അയ്യോ കുറച്ചും കൂടെ നേരത്തെ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് ഈ കമ്പി ഇടാതെ നമുക്ക് ഇതിനു മുമ്പ് തന്നെ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്നുള്ളത്. ശരിയാണ്. കാരണം നമ്മളുടെ ഒരു വളരുന്ന ഒരു സ്റ്റേജിൽ, അതായത് ഒരു 12-13 വയസ്സ് വരെ നമുക്ക് നമ്മളുടെ എല്ലിൽ ഉണ്ടാവുന്ന ഷേപ്പിലും സൈസിലും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് അപ്ലയൻസുകൾ ഉപയോഗിച്ചിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം താഴത്തെ താടിയെല്ലുകളുടെ വളർച്ച കുറച്ച് കുറവാണെങ്കിൽ നമുക്കത് എൻഹാൻസ് ചെയ്യാനുള്ള അപ്ലയൻസുകളുണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ എല്ല് കുറച്ച് കൂടുതലായിട്ട് ഉന്തി വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ചൊന്ന് അതിന്റെ ഗ്രോത്ത് കുറച്ച് കുറയ്ക്കാനായിട്ടുള്ള അപ്ലയൻസുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഊരിയെടുക്കാവുന്നതോ അല്ലെങ്കിൽ ഉറപ്പിച്ചു വെക്കാവുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അപ്ലയൻസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു 14-15 വയസ്സിൽ 4 പല്ലുകളൊക്കെ പറിച്ചിട്ട് പിന്നെ പല്ല് കറക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് 12 വയസ്സിന് മുമ്പുള്ള നമ്മളുടെ മൈനർ കറക്ഷൻസിലൂടെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അയ്യോ ഞങ്ങൾ വിചാരിച്ചു 13 വയസ്സ് കഴിഞ്ഞിട്ടേ കമ്പിയൊക്കെ ഇടാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു തെറ്റായ ധാരണയാണ്. അത് നമ്മൾ പല്ലുകളൊക്കെ പറിച്ചിട്ട് കമ്പി ഇടുന്നതാണ് നമ്മൾ ഒരു 13-14 വയസ്സിന് ശേഷം ചെയ്യേണ്ടത്. പക്ഷെ അതിനു മുമ്പുള്ള ഒരു മെജോറിറ്റി കേസുകളിൽ നമ്മൾ അതിന് മുമ്പ് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഈ പല്ല് പറിച്ചിട്ട് ഭാവിയിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഒരു 6 മുതൽ 12 വയസ്സിന് ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് അവരുടെ പല്ലിന്റെയോ അല്ലെങ്കിൽ എല്ലിന്റെയോ ഒക്കെ ഷേപ്പിലോ സൈസിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും.